ഹായ്, നമ്മൾ സോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മൾ വീണ്ടും വന്നു കേട്ടോ. ദേശീയ 13ാമത് കുടുംബശ്രീ സരസ് മേളയുടെ 2ാമത്തെ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഭക്ഷ്യ വിപണന മേളയാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഫുഡുകളും അതേപോലെ വെറൈറ്റി ഫുഡുകളും ഇവിടെ ലഭിക്കും. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നോണോ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ സുലഭമാണ്. ചൂടോടക്കനെ അതായത് അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അവർ വേറെ എവിടെ നിന്നും കൊണ്ടുവരുന്നതല്ല. എല്ലാ ഐറ്റംസും അവിടെ കൊണ്ടുവന്ന് അവിടെ ഉണ്ടാക്കി തരുന്ന ചൂടോടക്കനെയുള്ള ഫുഡുകളാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താ പറയുക, കുറച്ച് സാധനങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ വരുന്നതിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് രാവിലെ നേരത്തെ തുടങ്ങും, രാത്രി ഏറെ വൈകിട്ടാണ് ഇത് നിർത്തുന്നത്. അതായത് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടും ആളുകൾക്കനുസരിച്ചാണ് അവിടെ ഉണ്ടാക്കുന്നത്, നിർത്തുന്നത്. അത്രയും ചൂടോടൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളാണ്. ഫ്രഷാണ്, അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റാളുകൾ, ഭക്ഷ്യ വിപണനശാലകൾ ഇതര സംസ്ഥാനത്തെയുണ്ട്, അതേപോലെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ളതുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ജസ്റ്റ് എല്ലാ സംസ്ഥാനത്തെയും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടോളൂ കേട്ടോ. ഞാൻ വാങ്ങിച്ചു കഴിച്ചത് നിസാരമായിട്ട് കോഴിക്കോടിൻ്റെ ഉന്നക്കായ കഴിച്ചു, അതേപോലെ നെയ്പത്തിരി കാസർഗോഡിൻ്റെ, പിന്നെ പാവ് ഭാജി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. അടുത്ത ദിവസം ട്രൈ ചെയ്യാം, ഇനി ഓരോ ദിവസമായിട്ട് എന്ന് പറഞ്ഞിട്ട്. മോൻ അന്ന് ക്ലാസ്സിന് പോവുമായിരുന്നു. ക്ലാസ്സിന് മീൻസ് സൺഡേ ആയിരുന്നു അന്ന് പോയത്. അപ്പോൾ മൺഡേ അവന് ക്ലാസ്സുള്ള കാരണം ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് അവന് കാണിച്ചു കൊടുത്തിട്ട് അവന് വേണ്ടത് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം നമുക്ക് വരാം എന്നുള്ളതിൽ മോനെ കൊണ്ട് വന്നതാണ്. മോന് വേണ്ട ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ മാളുകളൊക്കെ അവൻ പോയതിന് ശേഷമാണ് ഞങ്ങൾ മാളുകളൊക്കെ കാണാൻ തുടങ്ങിയത്. കാരണം അവന് ലേറ്റായി കഴിഞ്ഞാൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അവന് എത്താൻ വൈകും. അപ്പോൾ അവനെ കയറ്റി വിട്ടിട്ട് പിന്നെ ഞങ്ങൾ വിപണനമേള കണ്ടു. അതിനുശേഷം ഞങ്ങൾ നെയ്പത്തിരിയൊക്കെ കാണിച്ച് കഴിച്ചത്. പിന്നെ ഉച്ചരിഞ്ഞിട്ട് പുനർജനി നാടൻ പാട്ടുകൾ ഉണ്ടായിരുന്നു. അതേപോലെ അത് കഴിഞ്ഞ് വൈകുന്നേരമായിരുന്നു പുഷ്പാവതി പൊയ്പ്പാടത്തിൻ്റെ നിലാവെയിൽ എന്നുള്ള ഗാനസന്ധ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏറെ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അടുത്ത ദിവസം ഇനി വേണ്ട ഭക്ഷണങ്ങൾ വീണ്ടും ട്രൈ ചെയ്യാം എന്നുള്ളതിലാണ് ഞങ്ങൾ അന്ന് അങ്ങനെ ചെയ്തത്. പക്ഷേ അതിന് ശേഷമാണ് പോകാൻ പറ്റാതെ. അത് പിറ്റേ ദിവസം അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്, ICUവിൽ. അപ്പോൾ പിന്നെ അതിൻ്റെ തിരക്കിലായിരുന്നു. അത് പിന്നെ പോവാനും ഒന്നിനും പറ്റില്ല. റിമി ടോമിയുടെ, അതായത് ഒരുപാട് കലാകാരന്മാർ വന്നിട്ട് ആരെയും കാണാൻ പറ്റിയില്ല. ആകെ കണ്ടത് നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തെ പരിപാടികൾ മാത്രമായിരുന്നു. അപ്പം ഞാൻ ജില്ലയും അതുപോലെ തന്നെ സംസ്ഥാനം ഫുഡും അവരുടെ ഫുഡും ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഫുള്ളായിട്ട് എടുക്കാൻ നേരമുണ്ടായിരുന്നില്ല. കാരണം മോന് ഭക്ഷണം മേടിച്ചു കൊടുത്ത് അവനെ പറഞ്ഞു വിടണമല്ലോ എന്നുള്ളതിൽ തിരക്കിലെടുത്തതാണ്. പിന്നെ ഞങ്ങൾ ഭക്ഷണശാലയിലേക്ക് പിന്നെ കയറിയില്ല. ആ നേരത്ത് കഴിച്ചുള്ളൂ, പിറ്റേ ദിവസം ആവാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായി വീഡിയോ എടുത്തത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. അപ്പോൾ കോഴിക്കോട്ടുകാരിലെ ഉന്നക്കായാണ് വാങ്ങിച്ച് കഴിച്ചത്. അവർ 2 ടിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല അവിടുത്തെ എല്ലാ ആൾക്കാരും കേട്ടോ, അവരൊന്നും മാത്രമല്ല എല്ലാവരും നമ്മളെ ആൾക്കാരോട് വളരെ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഫുഡുകളും ഒക്കെ വെറൈറ്റി ഫുഡുകളായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് 1-2 ദിവസം മാത്രമാണ് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എനി ടൈം ഒരു സമയം അവിടെ തിരക്ക് കുറവ് എന്ന് പറയാനുണ്ടായിട്ടില്ല. ഏർലി മോർണിംഗിൽ മാത്രമേ ഇത്തിരി തിരക്ക് കുറവുണ്ടാവുള്ളൂ. അത് അവർ ഫുഡ് കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന റെഡി ആവുന്ന ആ നേരം, അതായത് ആ സമയത്ത് എല്ലാവരും ജോലിക്ക് പോകണവരും അങ്ങനെയൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടിൻസ്, കോഴിക്കോടിൻ്റെ ഉന്നക്കായ തരുമ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഭയങ്കര ഹാപ്പിയായി. നല്ല എന്താ പറയുക, രസമായിട്ട് അവരായിട്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു നിന്നു. അപ്പോൾ മോർണിംഗിൽ മാത്രമാണ് ഇത്തിരി തിരക്ക് കുറവുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ച സമയത്ത്, അതായത് 11 മണി 12 മണി ആകുമ്പോഴത്തേനും കുടുംബശ്രീക്കാരുടെ ഡാൻസും പാട്ടും കുട്ടികളുടെയൊക്കെ പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ നേരത്തെ എത്തും റെഡി ആവാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ മാത്രമേ ഇത്തിരി തിരക്ക് കുറവുണ്ടായിരുന്നുള്ളൂ. ഇത്തിരി തിരക്ക് കേട്ടോ, നല്ല തിരക്ക് കുറവ് എന്ന് പറയുന്നില്ല അപ്പോഴും. അതിനുശേഷം പിന്നെ അങ്ങോട്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ രാവും പകലും ഒരുപോലെ തിരക്കായിരുന്നു. രാവിലെ തൊട്ടൊരു തിരക്കായിരുന്നു. അപ്പം അതായത് സ്റ്റാർട്ടിങ് എന്താണെന്ന് അറിയാനുള്ള ആൾക്കാരുടെ ആ ഒരു ക്യൂരിയോസിറ്റി, അത് കഴിഞ്ഞ്
പിന്നെ അറിയാൻ തുടങ്ങിയപ്പോൾ പിന്നെ നല്ല തിരക്കായി. അപ്പോൾ ഈ സരസ് മേള എന്നുള്ളത് ഗംഭീര വിജയമായിരുന്നു കേട്ടോ. അത്രയും എന്താ പറയാ, പെരുമഴയായിരുന്നു ജനങ്ങളുടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തൃശ്ശൂർ പൂരത്തിനെക്കാട്ടും തിരക്കെന്ന്. കറക്റ്റാണ്, അതേപോലെ നല്ല തിരക്കുള്ളൊരു പരിപാടിയായിരുന്നു. ഞാൻ ഓരോ സംസ്ഥാനത്തിന്റെ പേരും അവരുടെ ഫുഡും ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ജില്ലകളുടെയും അവരുടെ ഫുഡും. പിന്നെ മോന് പോവാൻ തിരക്കായപ്പോൾ തൊട്ടിട്ട് കുറച്ച് സ്പീഡാക്കി, കാരണം നേരം പോവാണ്, അവനെ കയറ്റി വിടണം എന്നുള്ളതിൽ. ഫുഡ് ഐറ്റം എന്ന് പറയുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ, അതായത് ഉപ്പിലിട്ട നെല്ലിക്ക തുടങ്ങി നമ്മുടെ എണ്ണക്കടികൾ, ചായ, കോഫി, ഐസ്ക്രീം, ഷേക്ക്, ജ്യൂസ് ഒക്കെ ഫ്രഷാണ് എല്ലാം തൊട്ടിട്ട്. അതേപോലെ നമ്മൾ ടോപ്പ് ഏതാണോ ഫുഡ് അത് വരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണാത്ത വെറൈറ്റി ഫുഡുകൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാത്ത വെറൈറ്റി എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിലൊരു വെറൈറ്റി ഞാൻ പ്രത്യേകം ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അത് ഭക്ഷ്യമേളയിൽ വൈറലായ ഒരു ഫുഡ് ഐറ്റം തന്നെയാണ്. അത് നമുക്ക് കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാം കേട്ടോ വഴിയേ. ഇതാണ് ഭക്ഷ്യമേളയിലെ ഏറ്റവും വൈറലായ ഒരു ഫുഡ്, വനസുന്ദരി. പാലക്കാട് അട്ടപ്പാടിയുടെ സ്വന്തം വനസുന്ദരി. അതായത് ചിക്കനിൽ അട്ടപ്പാടിയിലെ പ്രത്യേകതരം ഇലകളും പച്ചക്കുരുമുളകും മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ഈ ഒരു മിശ്രിതം ഒഴിച്ചിട്ട് ഇതേപോലെ കൊത്തി റെഡിയാക്കിയിട്ടുള്ള ചിക്കനും അതേപോലെ തന്നെ തട്ടുദോശ 2 ഇതാണ് ഒരു പ്ലേറ്റ് ഫുഡ് അവരുടെ. ഇത് ഒരുപാട് പേര് റീൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, വനസുന്ദരി. അപ്പോൾ ആ ഒരു ഫുഡ് ഗംഭീരമായിട്ട്, അതായത് കിട്ടാനില്ല എന്നാ പറഞ്ഞത് അവിടെ നിന്നിട്ട് ആൾക്കാർക്ക്. അത്രയും വൈറലായ ഒരു ഫുഡായിരുന്നു വനസുന്ദരി. പിന്നെ ഇത് മോൻ പാവുഭാജി വാങ്ങിച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പോയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സരസ് മേളയിലെ ഭക്ഷ്യമേളയിലെ ഉൾപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്കും വന്ന് കണ്ട് കഴിക്കാനുള്ളൊരു അവസരം ഒരുക്കാന്നുള്ള പ്ലാനായിരുന്നു എൻ്റെ പൊളിഞ്ഞത്. അത് ഇടാൻ പറ്റിയില്ല. അപ്പം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിന് വീണ്ടും ഞാൻ സോറി പറയാണ്. അപ്പോൾ ഇതേപോലെ സരസ് മേള നെക്സ്റ്റ് ടൈം നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോവണം, മിസ് ചെയ്യരുത്, കാണണം, പോയി ആസ്വദിക്കണം. അത്രയും കാണേണ്ട ഒരു പരിപാടി, ഒരു മേള തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്
ഇത്രയും ഗംഭീരമായ ഒരു മേള പാലക്കാടിന്റെ സ്വന്തം തൃത്താല നിയോജകമണ്ഡലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതിലും നടത്തിയതിനും തൃത്താല നിയോജകമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി താങ്ക് യു പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.